ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച്, ഇന്ന് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ കാര്യങ്ങളെ സമർപ്പിച്ച്, ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ സമർപ്പിച്ച്, സാമ്പത്തിക കടബാധ്യതകളെ സമർപ്പിച്ച്, ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ സാമ്പത്തികത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ വഴി നടത്തും. നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 31:21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി. എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു, അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതം കാണുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ഉണർന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, അങ്ങയുടെ അളവറ്റ കരുണയും വിശ്വസ്തതയും കൊണ്ട് മാത്രമാണ്. കർത്താവേ, ഇന്നത്തെ ഈ പുതിയ ദിവസം അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ ചുവടുകളും അങ്ങ് നയിക്കണമേ. ഞങ്ങളെടുക്കുന്ന ഓരോ തീരുമാനത്തിലും അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ സംസാരിക്കുന്ന വാക്കിലും അവിടുത്തെ സ്നേഹവും സൗമ്യതയും നിറയട്ടെ. ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കർത്താവേ അങ്ങ് മഹത്വപ്പെടട്ടെ. ദൈവമേ, ഇന്ന് ഞങ്ങൾ ഭയപ്പെടുകയില്ല, കാരണം അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്. ഏത് തടസ്സങ്ങൾ വന്നാലും ഞങ്ങൾ തളരുകയില്ല. പരീക്ഷണങ്ങൾ വന്നാലും ഞങ്ങൾ പിന്തിരിയുകയില്ല. അങ്ങ് ഞങ്ങളുടെ ബലവും കോട്ടയും രക്ഷകനുമാണ്. ഇന്ന് നിരാശയോടെ എഴുന്നേറ്റവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. രോഗികളായവർക്ക് സൗഖ്യം നൽകണമേ. ആശുപത്രികളിലായിരിക്കുന്നവർക്ക് പ്രത്യേകം സൗഖ്യവും വിടുതലും രക്ഷയും നൽകണമേ. എത്രയും വേഗം അവർ ആരോഗ്യത്തോടെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ദൈവമേ അനുഗ്രഹീതമായ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സമൃദ്ധിയുടെ വഴികൾ നീ ഒരുക്കി കൊടുക്കണമേ. പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ജ്ഞാനവും ഏകാഗ്രതയും വിജയവും പഠിക്കാനുള്ള ഉത്സാഹവും ഉന്മേഷവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരോടും സ്നേഹത്തോടും ക്ഷമയോടും കരുണയോടും പെരുമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ യാത്രകളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ വിജയകരമായ കരം ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്നങ്ങ് നിറയ്ക്കണമേ. ഭയത്തെ വിശ്വാസമാക്കി, നിരാശയെ പ്രത്യാശയാക്കി, ദൗർബല്യത്തെ ശക്തിയാക്കി അങ്ങ് മാറ്റണമേ. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്ക് ഉയർത്തുവാനും ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും ആ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറ്റുവാൻ കാത്തിരിക്കുന്നതിനും
കൃപ നൽകണമേ. ഇന്ന് ഞങ്ങൾ വിജയത്തിനു വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് അങ്ങയുടെ ഹിതത്തിൽ നടക്കുവാനായി, അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കുകയില്ല എന്നും, അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ അനുഗ്രഹങ്ങൾ ആരും അപഹരിക്കുകയില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദിവസം മുഴുവനും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും ഹൃദയങ്ങളിൽ സന്തോഷവും ജീവിതത്തിൽ അനുഗ്രഹവും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ ദിവസം പ്രത്യാശയോടെയും ധൈര്യത്തോടെയും നന്ദിയോടെയും ആരംഭിക്കുന്നതിന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സമയം കർത്താവേ, നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. എല്ലാത്തിനും നീക്കുപോക്കുണ്ട് എന്നും ഏത് പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും കർത്താവിൽ പരിഹാരമുണ്ട് എന്നും വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് സാധിച്ചു തരട്ടെ. നിങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ ശക്തമായ കരം കൂടെ പ്രവർത്തിക്കട്ടെ, വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ, ഉദ്യമങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.